എന്റെ കാസറ്റ് ഹക്കീം ഭായി UAE പിടിക്കപ്പെട്ടു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞത്, പിടിക്കപ്പെട്ടിട്ടില്ല, അന്വേഷണത്തിലാണെന്ന് വേറൊരു സൈഡിലൂടെ അറിയുന്നുണ്ട്. ഇനി പിടിച്ചാൽ പുറം ലോകം കാണില്ല. അവൻ പറയുന്നുണ്ട് അവന്റെ നാട്ടിൽ പോയിട്ട് അവനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചു നോക്ക്, അതാണ് ഇതാണെന്നുള്ളത്. ഈ വീഡിയോ കഴിഞ്ഞാൽ നേരെ പോകുന്നത് പൊന്നാനിയിലോട്ടാണ്. ഇവിടെ അധികം ദൂരമൊന്നുമില്ല, തൊട്ടപ്പുറത്താണെന്നുള്ളതാണ്. പോയി കണ്ടുപിടിക്കാമല്ലോ അല്ലെ, രസമല്ലേ? നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടോ. എന്തായാലും ഹക്കീമിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് ചെറിയൊരു ഇൻട്രോയും ഒരു വാർത്തയും അങ്ങ് ഇട്ട് തരാം. ലൈവിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മലയാളി ബ്ലോഗർ UAE പിടിയിലായി. എന്റെ കാസറ്റ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായ അബ്ദുൽ ഹക്കീമാണ് പിടിയിലായത്. കേരളത്തിലും ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. കോടതി ഇൻഫ്ലുവാണം കോടതി. ആ കോടതിയുടെ ജഡ്ജാണ് ഇവൻ, ഇൻഫ്ലുവാണം ഹക്കീം. ഒരുപാട് ആളുകളെ കുറിച്ച് നിരന്തരം അവൻ വീഡിയോ ചെയ്തുകൊണ്ടേയിരുന്നിരുന്നു എന്നുള്ളതാണ്. ഞാനൊക്കെ ആദ്യം ജെനുവിൻ ആണെന്നാണ് കരുതിയത്. കാരണം ആരും പറയാൻ മടിക്കുന്ന, പേടിക്കുന്ന കുറെ ഡ്രഗ് ടീമുകളെ കുറിച്ച് അവൻ എക്സ്പോസ് ചെയ്ത് അങ്ങോട്ട് പൊളിച്ചടക്കി. കയ്യടി കൊണ്ട് അവന്റെ മോനെ ആരവങ്ങൾ. പക്ഷെ അധികം വൈകാതെ തന്നെ അവൻ പണി കിട്ടി എന്നുള്ളതാണ്. ഇവൻ മുൻപ് എടപ്പാൾ ചങ്ങരകുളം ഭാഗത്തുള്ള ഒരു ബോഡി ബിൽഡർ ഒരു പയ്യനുണ്ട്, അവന് ക്യാൻസർ പിടിച്ചിരിക്കുക. അവനെ കുറിച്ചൊരു അപരാധം പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് കൃത്യമായിട്ട് ആ പയ്യൻ റിയാക്ട് ചെയ്യുകയും അവൻ കേസ് കൊടുക്കുകയും ചെയ്ത സമയത്ത് ഹക്കീം മുങ്ങിയതാണ്. ആ വീഡിയോസിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ സീക്രട്ട് ഏജന്റ് അയച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും അത് റിയാക്ട് ചെയ്തില്ല. ഇപ്പൊ കാലം കുറച്ചായി, 2 മാസത്തിന് മുകളിലായി. ഇപ്പൊ ദാ ചെക്കൻ പിടിക്കപ്പെട്ടിരിക്കുന്നതാണ്. അവസാനം അവനുണ്ടാക്കിയ കോടതിയിൽ അവന് തന്നെ പണി കിട്ടി. മൊബൈൽ ഫോൺ തന്നെ അവന് പണി കൊടുത്തു എന്നുള്ളതാണ്. കൊള്ളാം. ബാംഗ്ലൂരിൽ ഒരു കൂട്ടം ഡ്രഗ് മാഫിയയെ പൊളിച്ചടക്കിയവനാ. എന്നിട്ടോ ഇവൻ ഇൻഫർമേഷൻ കൊടുത്തിരുന്ന ഒരു പെണ്ണിനും ചെക്കിനും പൊക്കിയിട്ടുണ്ടായിരുന്നു. ഇവൻ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളുകൾ എന്തിനാ പൊക്കിയതറിയോ? അതിലും വലിയ ഡ്രഗ്. ഇവൻ പണത്തിന് വേണ്ടിയായിരുന്നു ഇത്രയും നാള് ഊളത്തരങ്ങൾ കാണിച്ചിരുന്നത് എന്നുള്ളതാണ്. കൊള്ളാം. എന്തായാലും വാർത്ത ഒന്ന് കാണാം. നിങ്ങളിരുന്ന ലാപ്ടോപ്പ് ചതിച്ചതോടെയാണ് സോഷ്യൽ മീഡിയയിൽ മനുഷ്യാവകാശ പ്രവർത്തകരായി ചമയുന്ന അബ്ദുൽ ഹക്കീമിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ ലോകമറിഞ്ഞത്. UAE വെച്ച് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതിനിടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ കിക്കിൽ അറിയാതെ ഹക്കീമിന്റെ വിരലമർന്നു. ലൈവ് സ്ട്രീമിംഗിലൂടെ പുറത്തു വന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. പിന്നാലെ UAE നിന്ന് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഹക്കീമിനെ ഷാർജ പോലീസ് പിടികൂടിയെന്നാണ് വിവരം. ബംഗളൂരുവിൽ മലയാളികളെ കൊടുക്കുന്ന ലഹരി മാഫിയക്കെതിരെ എന്റെ കാസറ്റ് എന്ന പേജിലൂടെ ചെയ്ത വീഡിയോയാണ് ഹക്കീമിനെ വൈറലാക്കിയത്. ലഹരിക്കും സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിനുമെതിരെയാണ് നിലകൊള്ളുന്നതെന്ന തരത്തിൽ ബ്ലോഗിംഗ് നടത്തുന്ന ഹക്കീമിന് ഇത്തരം സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണങ്ങളുണ്ടായിരുന്നു. ഇയാൾക്കെതിരെ കേരളത്തിലും കേസുകളുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ ലൈംഗിക ചുവയുള്ള ക്യാപ്ഷൻ ഇട്ട് തന്നെ അപമാനിച്ചതിന് എറണാകുളം സ്വദേശിയായ യുവതി ഹക്കീമിനെതിരെ പരാതി നൽകിയിരുന്നു. ഭർത്താവിനെ കത്തിമുനയിൽ നിർത്തി ഭാര്യയുമായി സെൽഫി എടുക്കാൻ ശ്രമിച്ചതും കസ്റ്റഡിയിലെടുക്കവേ പോലീസ് ജീപ്പ് ആക്രമിച്ചതും ഇയാൾക്കെതിരെ കേസെടുത്തു. കർണാടകയിലടക്കം സൈബർ കേസുകൾ വേറെയുമുണ്ട്. സോഷ്യൽ മീഡിയ പേജിന്റെ കരുത്തിൽ സിനിമാ താരങ്ങളെ അടക്കം ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയതായും ഇയാൾക്കെതിരെ ആരോപണമുണ്ട്. മതിയായ തെളിവുകളില്ലാതെ ലൈവിലൂടെ പലരെയും വലിച്ചു കയറാറുള്ള ഹക്കീമിന്റെ മുഖംമൂടി സ്വന്തം ലൈവിലൂടെ അഴിഞ്ഞു വീണിരിക്കുകയാണ്. കർമ്മ നല്ല കിഡിലും കർമ്മ എന്നുള്ളതാണ്. കുറെ ആളുകൾ ഇപ്പൊ മരട് അനീഷിനെയാണ് ലാസ്റ്റ് ചൊറിഞ്ഞു തോന്നുന്നു. അപ്പൊ പിന്നെ നാട്ടിൽ നിന്ന് പണിയാണല്ലോ. ഇവൻ സൗദി അറേബ്യയിലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് എന്തോ ഭാഗ്യം കൊണ്ടാണ് UAE മാറിയത്. സൗദിയിലാണെങ്കിൽ കയ്യോ കാലോ ഗവൺമെന്റ് വെട്ടി മാറ്റിയാനെ. എന്തായാലും നാട്ടിലേക്ക് വന്നാൽ നാട്ടിൽ അവനിട്ട് പണിയാൻ ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ പുതിയൊരു പേജ് തുടങ്ങിയിട്ട് വീണ്ടും തുടങ്ങി തോന്നുന്നു ന്യായീകരണങ്ങളൊക്കെ. അങ്ങനെ എന്തോ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പൊ നിരന്തരമായിട്ട് നിങ്ങൾ ഡ്രഗ് ഉപയോഗിക്കരുത് എന്ന് പറയുന്ന കുറെ ഇൻഫ്ലുവാണങ്ങളൊക്കെ ഇതിനൊക്കെ അഡിക്റ്റ് ചെയ്യപ്പെട്ട ആളുകളാണെന്ന് അറിയുമ്പോഴാണ് കോമഡി എന്നുള്ളതാണ്. എന്തായാലും ഹക്കീമേ, നീ കുറെ ആളുകളുടെ കഞ്ഞികൂടി മുട്ടിച്ചവനും കണ്ണുനീര് വീഴ്ത്തിയവനല്ലേ. ഒരുപാട് പെൺകുട്ടികളെയും വെച്ചിട്ട് ഇവൻ കുറെ കളികൾ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് വോയിസ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. 2 തുള്ളി ഉറ്റിച്ചാൽ എന്താന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിവിടെ കേൾപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്തായാലും ഹക്കീമിനുള്ള ഒരു മറുപടി നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ വൃത്തിയായിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. ഒന്ന് കേട്ടു നോക്കിയേ. അങ്ങനെ നമ്മുടെ എക്സ്പോസിംഗ് സ്റ്റാർ എക്സ്പോസ്ഡ് ആയി, അതും സ്വന്തം കോടതിയിൽ. എല്ലാവരെയും എക്സ്പോസ്ഡ് ആക്കുന്ന അദ്ദേഹത്തിന് സ്വന്തം കോടതി ഓഫ് ചെയ്ത് വെക്കാൻ മറന്നുപോയി, സ്വന്തമായിട്ട് വലിച്ചു കയറ്റിയപ്പോൾ. ഞാൻ പണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോ അന്ന് ഞാൻ പറഞ്ഞതാണ് ഇനി ഒരു വീഡിയോ എന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല എന്ന്. ഇപ്പൊ ഞാൻ ആ പറഞ്ഞത് അങ്ങോട്ട് എടുത്ത് മാറ്റാണ്. ഞാൻ ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. ആദ്യത്തെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇദ്ദേഹം എഴുതിയ കുറച്ച് കാര്യങ്ങൾക്ക് ഞാൻ അന്ന് തന്നെ മറുപടി കൊടുത്തിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ എന്റെ കാസറ്റിന് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി മൊത്തത്തിൽ കിട്ടിയിരിക്കുകയാണ്. അന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇത് തെളിയിക്കുന്നതായിരുന്നു. അതിപ്പോ ഒരാഴ്ച മുമ്പ് ഡോക്ടർ ഡ്രേക്ക് തെളിയിച്ചു കഴിഞ്ഞു, ഒരു 25 ലക്ഷത്തിന്റെ കണക്കൊക്കെ പറഞ്ഞു. ഇനി രണ്ടാമത് ഹക്കീം പറഞ്ഞ കാര്യം സിന്തറ്റിക് ഡ്രഗ് ഞാൻ ഉപയോഗിച്ചു എന്നുള്ളത് FIR ഉണ്ടോ എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ പുള്ളി പിടിക്കപ്പെട്ടപ്പോൾ FIR സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നു എന്ന് എഴുതിയിട്ടില്ലായിരുന്നു എന്നായിരുന്നു അവകാശം. ഇപ്പൊ അത് ദുബായ് പോലീസ് തെളിയിച്ചിട്ടുണ്ട് വിത്ത് എവിഡൻസ്. വീണ് കിടക്കുന്നവരെ തല്ലരുതെന്ന് പണ്ട് മലയാള സിനിമയിൽ ആരോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് വ്യക്തമായിട്ട് ആ കോണ്ടന്റ് ചെയ്ത സമയത്ത് അബ്ദുൾ ഹക്കീം വന്ന് എന്നെ തെറി വിളിക്കുകയാണ് ഉണ്ടായത് കമന്റ് ബോക്സിൽ. അന്ന് ആ വീഡിയോ ചെയ്ത സമയത്ത് പല അക്കൗണ്ടിൽ നിന്നായിട്ട് നിന്നെ ഞങ്ങൾ വെച്ചേക്കില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള
മെസ്സേജുകൾ വന്നിരുന്നു. എനിവേസ്, ഈ കാസറ്റ് കോടതിയും കപട നന്മമരവും ഒക്കെ ചെമഞ്ഞ് കുറെ നാള് മലയാളികളെ പറ്റിച്ചു. ഇപ്പോൾ ദുബൈക്കാരെ പറ്റിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്രിമിനൽ ബുദ്ധിയോടെയായിരുന്നു എന്റെ കാസറ്റ് കളിച്ചത് മുഴുവൻ. ബ്ലാക്ക് മെയിലിംഗും പണം തട്ടലും ഒക്കെ ചെറിയ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ദുബൈയിലായി പോയി. കേരള പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു ലഹരി വിമുക്ത കേരളം. അദ്ദേഹം അത് സ്വപ്നം കാണാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് MDMA പോലുള്ള ലഹരി വസ്തുക്കളായിരുന്നു. ഈ കുറ്റകൃത്യം UAE പരിധിയിൽ വെച്ചാണ് ചെയ്തതെന്ന് ഔദ്യോഗികമായി തെളിയിക്കപ്പെട്ടാൽ ഹക്കീമിന് കിട്ടാൻ പോകുന്നത് UAE ഫെഡറൽ നിയമപ്രകാരമുള്ള കനത്ത ആതിഥേയത്വമായിരിക്കും. അതായത് തടവ് ശിക്ഷയും ഭീമമായ പിഴയും കൊടുക്കേണ്ടി വരും. ശിക്ഷയ്ക്ക് ശേഷം UAEയിൽ നിന്ന് നൈസ് ആയിട്ടുള്ള നിർബന്ധിത ഡിപ്പോർട്ടേഷൻ ഉണ്ടാവും. ഇനി അബദ്ധത്തിൽ പോലും UAE ഉൾപ്പെടെയുള്ള ഒരു GCC രാജ്യങ്ങളിലേക്കും കാലുകുത്താൻ പറ്റാത്ത വിധം ആജീവനാന്ത വിലക്ക്, അതായത് ലൈഫ് ടൈം എൻട്രി ബാൻ അദ്ദേഹത്തിന് കിട്ടും. UAEയിൽ നിന്ന് നാട് കടത്തപ്പെട്ട് നാട്ടിലെത്തിയാലും പുള്ളിക്കാരന് വിശ്രമം ഉണ്ടാകില്ല. ഇഷ്ടം പോലെ പരാതികളും മാനനഷ്ട കേസുകളും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടപ്പുണ്ടാവും. ചുരുക്കത്തിൽ എവിടെയാണെങ്കിലും നിയമം രണ്ട് കൈകൾ നീട്ടി ഹക്കീമിനെ സ്വീകരിക്കാൻ ഇപ്പോൾ തയ്യാറാണ്. പേഴ്സണലി എനിക്ക് ഹക്കീമിനോട് ഒരു വൈരാഗ്യമില്ല. പക്ഷേ ഫാക്ട് ചെക്കോ കൃത്യമായ തെളിവുകളോ നോക്കുന്നത് ഹക്കീമിന്റെ ഡിക്ഷണറിയിൽ ഇല്ലേയില്ല. സ്വന്തം നേട്ടത്തിനും സോഷ്യൽ മീഡിയ റീച്ചിനും വേണ്ടി മാത്രം വ്യക്തിഹത്യ നടത്തുക എന്നതായിരുന്നു ഇയാൾ പല കേസുകളിൽ വെളുത്തിരുന്ന കാര്യമെന്ന് പറയുന്നത്. പല ആൾക്കാരെ എക്സ്പോസ് ചെയ്തത് നല്ല കാര്യമൊക്കെയാണ്. പക്ഷേ മറ്റു പലയിടത്തും പലരുടെയും ജീവിതം വെച്ചുള്ള കളിയായിരുന്നു ഹക്കീം കളിച്ചത്. ഇപ്പോൾ അനന്തൂൻ അയച്ച മെസ്സേജിൽ ഇയാൾ ഭയത്തോടുകൂടി ലൈഫ് വെച്ച് കളിക്കരുതെന്ന് പറയുന്നുണ്ട്. ഇതേ ഇയാളുടെ മുമ്പിൽ എത്രയോ പേര് കണ്ണീരോടുകൂടി കാല് പിടിച്ച് യാചിച്ചിട്ടുണ്ട്. അന്നേരം ഒന്നും ഇയാൾക്ക് ഈ ഭയത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. വസ്തുതകളുമായി യാതൊരു ബന്ധമില്ലാത്ത സ്വകാര്യ ചാറ്റുകളും അൺവെരിഫൈഡ് ആരോപണങ്ങളും പൊക്കിപ്പിടിച്ച് വലിയ വാർത്തകളായിട്ട് ഇയാൾ കോണ്ടന്റ് ചെയ്യും. എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ഒരു വോയിസ് ക്ലിപ്പ് മാത്രം മതി ഹക്കീമിന്റെ ഗാസറ്റ് കോടതി ഉണർന്നു പ്രവർത്തിക്കാൻ. ഇനി വോയിസ് ക്ലിപ്പ് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. സെൽഫ് ഫാബ്രിക്കേറ്റഡ് വോയിസ് ക്ലിപ്സ് ഒക്കെ ഉണ്ടാക്കി നിരപരാധികളെ ഘോഷിക്കാൻ ഇദ്ദേഹത്തിന് ഒരു മടിയില്ല. ഹക്കീമിന്റെ ഈ അടിസ്ഥാനരഹിതമായ വീഡിയോകൾ കാരണം സ്വന്തം കുടുംബവും ജീവിതവും എല്ലാം തൊലഞ്ഞ കുറച്ച് മനുഷ്യരുണ്ടാവും. ചെയ്തിരുന്ന കോണ്ടന്റ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ മാത്രം കൊടുത്താൽ മതി. ഡിജിറ്റൽ ലോകത്തിരുന്നുകൊണ്ട് ബ്ലാക്ക് മെയിലിംഗും പണം തട്ടലും നടത്തുക. പേര് ഇൻഫ്ലുവൻസർ എന്ന്. ഇൻഫ്ലുവൻസർ അല്ല, ഇൻഫ്ലുവാണം എന്ന് പറയേണ്ടി വരും. നിരന്തരമായിട്ട് ഇവൻ ഇത്തരം വീഡിയോസ് ചെയ്തിരുന്നു കേട്ടോ. അന്നൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാല് നമ്മളെ തെറി വിളിക്കാനും നമുക്ക് പൊങ്കാലയിട്ട് തരാനും ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. എന്തായാലും എന്റെ നാട് എടപ്പാളാണ്. എന്റെ നാട്ടിൽ നിന്നും അധികം ദൂരമില്ല ഈ പറയുന്ന പൊന്നാനിയിലേക്ക്. പൊന്നാനിയിലാണെങ്കിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് എന്നുള്ളതാണ്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇരു കൈ നീട്ടി നമ്മളെ സ്വീകരിക്കുകയും നമുക്ക് കൃത്യമായ ഡാറ്റ തരാനും അവർക്ക് യാതൊരു മടിയുണ്ടാവില്ല. എന്തായാലും ഹക്കീമിനെ കുറിച്ച് അന്വേഷിച്ച് ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ പൊന്നാനിയിലോട്ട് പോകും. അവനെ കുറിച്ചുള്ള ഡാറ്റ മുഴുവൻ, നാട്ടിൽ നിന്ന് കിട്ടിയ മുഴുവൻ ഡാറ്റയും ഞാൻ പുറത്തു കൊണ്ടുവരും. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. അവനെ കുറിച്ച് അറിയുന്ന കുറെ ആളുകളുണ്ട് നമ്മുടെ നാട്ടില്. അവരൊക്കെ വിളിച്ച് ബ്രോ അഡ്രസ് ഒന്ന് തരുമോ, അവന്റെ വീട് എവിടെയെന്ന് പറയോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി തരാൻ ഭയങ്കര മടി. ഓക്കെ, നമ്മളെന്തിനാണ് മറ്റുള്ള ആളുകളെ വിളിച്ച് ശല്യം ചെയ്യുന്നത്? നേരെ അങ്ങ് പോയേക്കല്ലേ. അപ്പൊ ഹക്കീമിന് കുറച്ച് കാലങ്ങളോളം UAE ജയിലിൽ കിടക്കേണ്ടി വരും. പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡ്രഗ് അവിടെ ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ ലൈഫ് കോഞ്ഞാട്ടയാണ്. നാട്ടിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ നാട്ടിലും അവൻ ഒരുപാട് കേസ് ഉണ്ടാവും. ഇതൊന്നും കൂടാതെ അവൻ ചൊറിഞ്ഞു വിട്ട ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു കഥ ഞാൻ പറഞ്ഞല്ലോ. ഒരു പാവപ്പെട്ട പയ്യന് അവൻ ഒരുപാട് ആളുകളെ പറ്റിച്ചു എന്നും പെൺകുട്ടികൾ ദുരുപയോഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോക്ക് കൃത്യമായി പ്രതികരിച്ചപ്പോൾ അവൻ അത് ഡിലീറ്റ് ചെയ്ത് മുങ്ങിക്കളഞ്ഞു. ഇവന്റെ പ്രത്യേകത ഉണ്ട്, 25,000 രൂപ എങ്ങാനും വാങ്ങിയിട്ടാണ് അത്ര ഓരോ സ്റ്റോറി ഇടുന്നത്. ഞാൻ എങ്ങനെ ഒരു കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിരുന്നു എന്നുള്ളതാണ്. ഇവന്റെ ഒരു സ്റ്റൈൽ ഉണ്ട് കേട്ടോ. ഒരു കാര്യവും കറക്റ്റ് പറയരുത്. അങ്ങനെ കേട്ടിരുന്നു, അങ്ങനെയാണോ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എടാ, നിന്നെ കുറിച്ച് കേൾക്കുന്ന ആ കേസുകളൊക്കെ ഇല്ല, എന്തോ കത്തിമുനയിൽ നിർത്തി സെൽഫി, അതൊക്കെ ഉള്ളതൊക്കെ തന്നെ അല്ലേ? ആണോ? അത്രേ ചോദിക്കുന്നുള്ളൂ. പിന്നെ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഇൻഫ്ലുവാണങ്ങൾ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ആളുകൾക്ക് അയച്ചു കൊടുത്ത സമയത്ത് അവരത് റിയാക്ട് പോലും ചെയ്യാൻ തയ്യാറല്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പോലും ചില ആളുകൾ കമന്റ് ബോക്സിൽ, മറ്റുള്ള വീഡിയോക്ക് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടിട്ടാണ് ഇതൊന്ന് ചെയ്യൂ മച്ചാനേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റൈസണ്ണ എന്നൊക്കെ വിളിച്ചിട്ടൊക്കെ കമന്റ് ബോക്സിലേക്ക് ഓരോരുത്തർ പോണ കണ്ടിരുന്നു. എന്നതിന് ശേഷമാണ് റിയാക്ട് ചെയ്യുന്നത്. ഞാൻ എന്തായാലും കൂടുതൽ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരുന്നത്. ഡാറ്റാസ് കിട്ടിത്തുടങ്ങി, ഇനിയും കിട്ടിത്തുടങ്ങും. മുഴുവനായിട്ട് കിട്ടട്ടെ. ഇൻസ്റ്റഗ്രാം കോടതിയിൽ തന്നെ നമുക്കത് പൊളിച്ചടക്കാം. സോറി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവാണം കോടതിയിൽ നമുക്കങ്ങ് തീർക്കാം. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.